ലോക കാർ മാർക്കറ്റ് ചൈന കീഴടക്കാൻ പോകുന്നതിൽ യാതൊരു സംശയവും വേണ്ടിട്ടോ. 2026 ലോഞ്ച് ചെയ്യാൻ വരുന്ന പുതിയ കാർ, അതിൽ നിന്നും ചെറിയ ഭാഗങ്ങൾ മാത്രം പുതിയ ഇവേ വെഹിക്കിൾ, ഇസ് ഇറ്റ് ഇവേ റൈറ്റ്? ഇവേ, ഇവേ വെഹിക്കിളിൽ നിന്നും കുറച്ച് കാറുകൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഒരു ഇൻഫർമേഷൻ വേണ്ടി 2026 എനിക്ക് തോന്നുന്നത് ലോക വിപണി തന്നെ ചൈന കീഴടക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഒരുപാട് ഇന്നോവേഷൻസും പുതിയ മോഡലും ഇന്നറും ഔട്ടറും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ട് ലോകോത്തര ബ്രാൻഡുകളെ മറികടക്കുന്ന ചില കാറാണ് ചൈന ഈ വർഷം ഡെമോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വർഷം അതായത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു അമേസിങ് കാർ. അപ്പൊ അതിൽ നിന്നും കുറച്ച് കാറുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വെറുതെ ഒരു കാഴ്ചയും ഒരു ഇൻഫർമേഷനും വേണ്ടി. താങ്ക് യു. ഓക്കെ, ഏത് കൊള്ളാം. നമുക്ക് കാർ എവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കയറി ബോണറ്റ് തുറന്ന് കയറി ഇരുന്നിട്ടേ സുഖമായിട്ട് റെസ്റ്റ് എടുക്കുക, ഉറങ്ങുകയും ചെയ്യുക ചാരി കിടന്നിട്ട്. ഫ്രണ്ടിൽ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ സൗകര്യങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡെമോ വെച്ചിരിക്കുക. കൊള്ളാം, അടിപൊളി, എന്ത് സുഖം. എവിടെയെങ്കിലും നിർത്തിയിടുകയാണെങ്കിൽ ചാടിക്കയറി ഇരുന്ന് കച്ചവടം ചെയ്യാനും ഇരിക്കാനും ഒക്കെ സുഖമാണ്. എന്നിരുന്നാലും കൊള്ളാം, ഇതൊരു അടിപൊളി സെറ്റപ്പാണ്. പിന്നെ ഓൺവോ എന്ന് പറയുന്ന ഒരു പുതിയ കാറാണ്. നോക്ക് ചെയ്ത ഫ്രണ്ട് ബോണറ്റോട് ഓപ്പൺ ചെയ്യും, സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ക്ലോസ് ആകും. എങ്ങനെയുണ്ട് ബോണറ്റിനുള്ളിലുള്ള സിസ്റ്റം? അടിപൊളിയല്ലേ? കൊള്ളാം, അടിപൊളി ഷേപ്പ്. ഒരു SUV ആണിത്, 7 സീറ്ററാണ്. അടിപൊളി ഇൻറ്റീരിയറും അങ്ങനെ ഒരു കിടുകിടുകാച്ചി സാധനമായിട്ട് ഇവരിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുക. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത വരും വർഷങ്ങളിൽ കാറിൻ്റെ വിപണി കംപ്ലീറ്റ് ഇൻ്റർനാഷണൽ ബ്രാൻഡിൽ നിന്നൊക്കെ ഷിഫ്റ്റായി ചൈനയിലേക്ക് വരുന്നില്ല, യാതൊരു സംശയം വേണ്ട കേട്ടോ. അത്രയും സോളിഡായിട്ടുള്ള കാറും ഇവയാണ്. അത്യാവശ്യം നല്ല കപ്പാസിറ്റിയോട് കൂടെ ബോഡി ഷേപ്പാണെങ്കിലും ടച്ചും അങ്ങനെ ഒരു വല്ലാത്ത സെറ്റപ്പ് തന്നെ ഇവരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ റോക്ക് വെയറിലേക്ക് വന്നപ്പോഴാണ് ഈ കുറച്ച് കാറുകൾ ഇവയും അതുപോലെ പിന്നെ ഓൺവോയും അതുപോലെ തന്നെ വോയാഹ് എന്ന് പറഞ്ഞ 2 കാർ ഇവിടെ കാണാം. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് ഞാൻ ഷെയർ ചെയ്യാം. നല്ല ലെഗ് സ്പേസും അതുപോലെ തന്നെ ഉള്ളിലൂടെ പാസ് ചെയ്യാനും ടച്ചും അങ്ങനെ ലോകത്തുള്ള കാർ ഓട്ടോമേഷനിൽ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ മേലെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളിഡ് ഇൻറ്റീരിയറും അതുപോലെ നല്ല കിടുകിടുക്കാച്ച സെറ്റപ്പിലാട്ടോ. എന്താ പറയുക, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത് ശരിക്കും നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിരുന്നാലും ഉള്ളിൽ കയറി ഇരുന്ന് നമ്മൾ നോക്കി ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ഫീലും സീറ്റ് കംഫർട്ടും അങ്ങനെ ലെഗ് സ്പേസും അതൊരു സ്റ്റെയറിംഗ് ആണെങ്കിലും ആ മെറ്റീരിയലിൻ്റെ ഒരു സോളിഡ് ഫീലും ചെറിയ ചെറിയ സ്വിച്ചുകളായിട്ട് എല്ലാം കായിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഓൺവോ ചെയ്തിരിക്കുന്നത്.